കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊയ്ത്തും ചാകരയുമാണ്. ദൈനംദിന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടാവും. അല്ലെങ്കിൽ വാർത്താ ലേഖകരെ വിളിച്ചു വരുത്തി അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കും. പത്രക്കാർ സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങളും ചോദിക്കും. കെ കരുണാകരൻ്റെ മകനാണല്ലോ. അപ്പോൾ ഏതാണ്ട് കരുണാകരൻ സ്റ്റൈലിൽ തന്നെ ഇദ്ദേഹം മറുപടിയും വച്ച് കാച്ചും. പുള്ളി ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, പത്രക്കാരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ കൊണ്ടും കൊടുത്ത് മുന്നേറുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കാൻ വേണ്ടി, കളങ്കപ്പെടുത്താൻ വേണ്ടി CPM-കാരും അവരുടെ ജിഹ്വകളും അതുപോലെ ഇവരുടെ കൂലിത്തല്ലിയാരായ ചില സാമൂഹ്യ മാധ്യമ പ്രവർത്തകരുമൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന നിലയിൽ അവരും ഉത്സാഹിക്കുന്നുണ്ട്. ശൈലജ ടീച്ചറുടെയും പിന്നീട് വീണ ജോർജിൻ്റെയും കാലത്ത് കേരളത്തിൽ ആരോഗ്യ വസന്തമായിരുന്നു. ഇപ്പോൾ അത് താറാവ് വസന്ത അല്ലെങ്കിൽ കോഴി വസന്ത പോലെ ഒരു മാറാരോഗമായി മാറിയിരിക്കുകയാണ് എന്നുമാണ് ഇവരുടെ പ്രചരണം. കഴിഞ്ഞ സർക്കാരിൻ്റെ ബാക്കിയാണല്ലോ ഈ സർക്കാർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പോലെ സാംക്രമിക രോഗങ്ങൾ ഈ വർഷക്കാലത്തും ഉണ്ടാകും. മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പോലെ നിപ്പയും മറ്റ് മാറാരോഗങ്ങളും ഒക്കെ അത് വേറെയും ഉണ്ടാകും. കേരളത്തിലെ ആരോഗ്യരംഗം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായതല്ല. അത് തിരുവിതാംകൂറിൽ രാജഭരണം നിലനിന്ന കാലത്ത്, മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നിലനിന്നിരുന്ന കാലത്ത് തുടങ്ങിയതാണ്. അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. EMSൻ്റെ മന്ത്രിസഭ മുതൽക്ക് ഇങ്ങോട്ടുള്ള ജനകീയ മന്ത്രിസഭകളുടെ കാലത്തും ചില നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഭയങ്കരമായ ചില ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളോട് തുലനം ചെയ്യുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല സാമാന്യം മെച്ചമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അത്രയും പ്രശ്നങ്ങൾ കേരളത്തിലില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് മുരളീധരൻ്റെ കാര്യം. മുരളീധരൻ ഒരു നല്ല കാര്യം ചെയ്തത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ ആ സീറ്റിൽ നിന്നും മാറ്റിയെന്നുള്ളതാണ്. അവരെ അറിയാവുന്ന ആരും അതിനെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന സഹപ്രവർത്തകരോടാണെങ്കിലും കീഴ് ജീവനക്കാരോടാണെങ്കിലും ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥയെ നമ്മുടെ കേരള സംസ്ഥാന സർവീസിൽ ഒരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തായിട്ടും KB ഗണേഷ് കുമാർ ഈ സ്ഥലം മാറ്റത്തെ സ്വാഗതം ചെയ്തത്. ഇത്രയും ധിക്കാരിയായ ഒരു ഉദ്യോഗസ്ഥയെ ഒരു കാരണവശാലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഇരുത്താനേ പറ്റുകയില്ല. അത് LDF സർക്കാരിനും പറ്റുകയില്ല, UDF സർക്കാരിനും പറ്റുകയില്ല. ഇനി നാളെ BJPയുടെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ സർക്കാർ വന്നാൽ അവർക്ക് പറ്റുകയില്ല. ഏതായാലും മുരളീധരൻ ധൈര്യപ്പെട്ട് അവരെ മാറ്റി. അവരാണെങ്കിൽ കോടതിയിൽ പോയിട്ട് ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. സ്ഥലം മാറ്റത്തിന് സ്റ്റേ കൊടുത്തിരിക്കുന്നു പോലും. ഇവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. റിലീവർ വന്ന് ജോയിൻ ചെയ്താൽ പിന്നെ എങ്ങനെ സ്റ്റേ കൊടുക്കാമെന്ന് എനിക്കറിയില്ല. പുതിയ കാലമല്ലേ, കോടതികൾക്ക് പണ്ടില്ലാത്ത പല അധികാരങ്ങളും ഇപ്പോൾ ഉണ്ടായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഡോക്ടർ റീന ഉത്തരവുമായി വന്നിട്ടും അവർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല. ഈ പുതിയ DHSും പഴയ DHSും തമ്മിൽ കസേരകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സർക്കാർ ഹൈക്കോടതിയിൽ പോകും എന്ന് കേൾക്കും. ഏതായാലും ഇതുപോലുള്ള തമാശകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. മുരളീധരൻ സത്യത്തിൽ എന്നെ ഞെട്ടിച്ചത് 3 ദിവസം, അതായത് വെള്ളി, ശനി, ഞായർ 3 ദിവസം അദ്ദേഹം ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ നടുക്കിപ്പോയി. കാരണം ഈ ഡ്രൈ ഡേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു അർത്ഥമുണ്ട്. അത് ബാറുകളും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും പൂട്ടിയിടുന്ന ദിവസം എന്നാണ്. ഗാന്ധി ജയന്തി ഡ്രൈ ഡേ ആണ്. നാരായണ ഗുരു ജയന്തിയും സമാധി ദിനവും ഡ്രൈ ഡേ ആണ്. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം വരെ എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആയിരുന്നു. അപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് പാവപ്പെട്ട കുടിയന്മാരെ ഇത് ഏറ്റവും അധികം ബാധിക്കുക. ഒക്ടോബർ 1-ാം തീയതി ആയതുകൊണ്ട് ഡ്രൈ ഡേ ആണ്. 2-ാം തീയതി ഗാന്ധി ജയന്തി ആയതുകൊണ്ടും ഡ്രൈ ഡേ ആണ്. അപ്പോൾ 2 ദിവസം ഈ നാട്ടിൽ എന്താണ് ദാഹജലം കിട്ടാതെ കുടിയന്മാർ വിഷമിച്ചു. അതുകൊണ്ട് സെപ്റ്റംബർ 29-30 ദിവസങ്ങളിൽ വലിയ തിരക്കായിരിക്കും. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് ആലുവയിലെ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ മുമ്പിൽ അതിഭയങ്കരമായ ഭക്തജന തിരക്കാണ്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടുത്തെ ഭക്തജന തിരക്ക് ഏതാണ്ട് പണ്ട് കാലത്ത് ഈ ചന്ദ്രകുമാറിൻ്റെയൊക്കെ സിനിമ റിലീസാവുന്ന ദിവസം കവിതാ തിയേറ്ററിന് മുമ്പിൽ കാണുന്ന പോലത്തെ തിരക്കാണ്. പോലീസുകാരും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോലീസുകാരോട് ചോദിക്കുക, എന്താ ഇവിടെ ഇത്ര വലിയ തിരക്കെന്ന് ചോദിക്കുമ്പോൾ നാളെ മറ്റന്നാൾ ഡ്രൈ ഡേ ആണോ, അതിൻ്റെ തിരക്കാണ്.
അങ്ങനെ കുടിയന്മാരെ അക്ഷമരായി നിൽക്കുന്നു ഈ കുപ്പി ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് പെട്ടെന്നൊരു ദിവസം മുരളീധരൻ 3 ദിവസം ഡ്രൈ ഡേ പ്രഖ്യാപിച്ചാൽ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും ഡ്രൈ ഡേ ആണ് എന്ന് പുള്ളി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ സത്യമായിട്ട് പേടിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേർ ബിവറേജിൻ്റെ മുമ്പിൽ മരിക്കും എന്ന്. പക്ഷേ പിന്നെ വാർത്ത മുഴുവനായിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളി ഡ്രൈ ഡേ എന്ന് ഉദ്ദേശിച്ചത് ഈ ശുചീകരണം നടത്തുന്ന ദിവസം എന്ന അർത്ഥത്തിലാണ്. വെള്ളിയാഴ്ച സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തും. ഞായറാഴ്ച മറ്റ് പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തും. അങ്ങനെ ഈ നാട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനം ശക്തമായിട്ട് നടത്തും. അങ്ങനെ സാംക്രമിക രോഗങ്ങൾ, കൊതുക്, ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തടഞ്ഞു നിർത്തും എന്നാണ് മുരളീധരൻജി പറയുന്നത്. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ മനുഷ്യരെ പീഡിപ്പിക്കുന്ന ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. മാത്രമല്ല ആരോഗ്യമന്ത്രി അല്ലോ ഡ്രൈ ഡേ പ്രഖ്യാപിക്കുന്നത്. ഞാൻ അതും ആലോചിച്ചു. ഇത് മന്ത്രി ലിജു പറയേണ്ട കാര്യമാണ്. ഡ്രൈ ഡേ എന്നായിരിക്കും. അല്ലെങ്കിൽ മുഖ്യമന്ത്രി സതീശൻ പറയേണ്ട കാര്യമാണ്. ഏതേ ദിവസങ്ങളിൽ ബാറുകൾ പൂട്ടിയിരുന്നു, ഏത് ദിവസം ബിവറേജസ് തുറക്കാൻ പാടില്ല എന്ന് ആദ്യമേ പറയണം. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഡ്രൈ ഡേ പ്രഖ്യാപിക്കരുത്. ഇപ്പോൾ മുരളീധരൻ പ്രഖ്യാപിച്ച ഡ്രൈ ഡേ ശുചീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നു. നേരെ മറിച്ച് ബിവറേജസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. അത് വലിയൊരു ശോചനീയമായ അവസ്ഥയാണ്. ഒരു ദിവസം ഞാൻ കുമ്പളത്തെ കൂടി മുണ്ടും മടക്കി കുത്തി നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട കുടിയനെ എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കോവിഡ് കാലത്താണ്, ഈ നാട്ടിൽ കുടിയന്മാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയാനായിട്ട് ആരുമില്ല. സാറ് ഏഷ്യാനെറ്റിൽ പോകുമ്പോൾ ഇത് പറയണം. ഇന്ന മാതിരിയുള്ള പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾക്ക് ടോക്കൺ തന്നിട്ടുള്ള മുളന്തുരുത്തിയിലുള്ള ബാറിലേക്കാണ്. ഈ ഓട്ടോറിക്ഷയില്ല, ബസ്സും ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് കുമ്പളത്തുള്ളൊരു പാവപ്പെട്ട കുടിയൻ മുളന്തുരുത്തിയിൽ പോയി കുപ്പി വാങ്ങിക്കുന്നത്? ഇതൊന്നും എവിടെയെങ്കിലും പറയണം എന്ന്. രണ്ടാം ദിവസം ഏഷ്യാനെറ്റുകാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ചർച്ചയിൽ ഇത് വിഷയമായിരുന്നില്ലെങ്കിൽ പോലും ഞാൻ ഓഫ് സൈഡ് കയറിയിട്ട് ഇത് പറഞ്ഞു. ഇങ്ങനൊരു പ്രശ്നം പാവപ്പെട്ട കുടിയന്മാർക്ക് ഉണ്ട്. ഇത് പരിഹരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും മുൻകൈ എടുക്കും എന്ന്. ഏതായാലും അടുത്ത ദിവസം കണ്ടപ്പോൾ കുടിയൻ എന്നോട് വളരെയധികം നന്ദി പറഞ്ഞു, കൈകൂപ്പി. ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് ഈ നാട്ടിൽ സാറ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ ഈ ഡ്രൈ ഡേ എന്ന് കേട്ടപ്പോൾ ഈ ആ പാവപ്പെട്ട മദ്യപാനിയാണ് ഓർത്തു പോയത്. അത് ഇപ്പോഴും ഉണ്ടോ, കുടിച്ചു മരിച്ചു പോയെന്നറിയില്ല. ഏതായാലും ഈ കുടിയന്മാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ആവർത്തിക്കുന്നു. ഡ്രൈ ഡേ ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കണം, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മദ്യനയമാണ് സതീശൻ പിന്തുടരാൻ പോകുന്നത് കേട്ടു. അതും ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അല്ല, 4 അരിക്ക മുട്ടുണ്ടെങ്കിലും 4 ഇടിക്ക് മുട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഈ മറ്റേ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിരുന്നെങ്കിലും മദ്യത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി പൂട്ടിച്ച എല്ലാ ബാറും ഇദ്ദേഹം തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, ഹെറിറ്റേജ് ബാറുകൾ എന്ന് പറഞ്ഞ് പുതുതായിട്ട് തുറന്നു കൊടുത്തു. അതിലുപരി ബിവറേജസിൻ്റെ നിരവധി ഔട്ട്ലെറ്റുകളും തുറന്നു. ഈ ഒരു സാധനത്തിന് മാത്രമാണ് ഇവിടെ ബുദ്ധിമുട്ടില്ലാതെ ഉള്ളത്. മന്ത്രി ലിജുവും മുഖ്യമന്ത്രി സതീശനും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പൂട്ടിച്ചോ, റേഷൻ ഷോപ്പ് വേണമെങ്കിൽ പൂട്ടിച്ചോ, പക്ഷേ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് പൂട്ടരുത്.